സദസ്സിന് എൻ്റെ നമസ്കാരം. ഭാരത ശില്പി to the constituent India into a sovereign, socialist, secular, democratic republic. ഈ നാടിനെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റിയെടുക്കുവാൻ ദൃഢനിശ്ചയമെടുത്തിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ എഴുതിയിട്ടുള്ള വാക്യങ്ങളാണ് ഇവ. ഒരൊറ്റ വാക്കായി നമ്മൾ പറയുന്ന കെട്ടുറപ്പ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകിയത് ഏത് ഗ്രന്ഥത്തെക്കാളും വിലമതിക്കുന്ന ഈ ഗ്രന്ഥമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ BR അംബേദ്കറിന്റെ ജീവിതത്തെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാകുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരത്തേക്കാൾ മനുഷ്യനും തമ്മിലുള്ള ജാതി വിവേചനത്തിൽ അതിക്രമിച്ചു നിന്നിരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നീ മഹത്തായ ആശയങ്ങൾ പരിചയപ്പെടുത്തിയ അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വിമോചനത്തിന്റെ വഴിയായി മാറിയതിന്റെ കഥ, സ്വന്തം ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ കൊണ്ട് ആ വിപ്ലവകാരി നടത്തിയ സുധീരമായ പോരാട്ടത്തിന്റെ കഥ, അതൊരു വല്ലാത്ത കഥയാണ്. പാടത്ത് പാറി പറക്കുന്ന പച്ചവനങ്ങിളിയേ, പാടത്ത് പാറി പറക്കുന്ന പച്ചവനങ്ങിളിയേ, ഭാരത ഭരണഘടനയൊരുക്കിയ പെരുന്തച്ഛന്റെ കഥ പാടും കിളിയേ, ഭാരത ഭരണഘടനയൊരുക്കിയ പെരുന്തച്ഛന്റെ കഥ പാടും കിളിയേ, അംബേദ്കറിന്റെ വിശ്രുത ചരിതം ചക്രവാളങ്ങളിൽ മുഴങ്ങിടട്ടെ, അംബേദ്കറിന്റെ വിശ്രുത ചരിതം ചക്രവാളങ്ങളിൽ മുഴങ്ങിടട്ടെ, ചക്രവാളങ്ങളിൽ മുഴങ്ങിടട്ടെ.
മാറ്റത്തിൻ പടയാളിയല്ലോ. മതജാതി ഭേദത്തിൻ മറനീക്കി വിളങ്ങിയ മതിഗതിലകരനല്ലോ. ഭീംറാവു മാറ്റത്തിൻ പടയാളിയല്ലോ. സമഭാവനയുടെ സൗഗന്ധികങ്ങൾ മനസ്സിൽ വിരിച്ച മഹാനുഭാവൻ. സമഭാവനയുടെ സൗഗന്ധികങ്ങൾ മനസ്സിൽ വിരിച്ച മഹാനുഭാവൻ അംബേദ്കർ. അംബേദ്കർ ഭീംറാവു അംബേദ്കർ. ഭീംറാവു അംബേദ്കർ. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മൗ എന്ന ജില്ലയിലാണ് അംബേദ്കർ ജനിക്കുന്നത്. അച്ഛൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായ റാംജി സക്പാൽ, അമ്മ ഭീമാബായ്. റാംജിയുടെ 14 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് അംബേദ്കർ ജനിക്കുന്നത്. വെറും 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൻ്റെ മാതാവിനെ നഷ്ടപ്പെടുകയാണ്. ബാല്യകാലം കൊച്ചു ഭീമിന്റെ പിടഞ്ഞ കാലം ദുഃഖം നിറഞ്ഞൊരി ബാല്യകാലം കൊച്ചു ഭീമിന്റെ പിടഞ്ഞ കാലം നീചജാതി എന്ന് ചൊല്ലിയകറ്റിടുന്നു അധ്യാപകരും പിന്നെ സഹപാഠികളും. നീചജാതി എന്ന് ചൊല്ലിയകറ്റിടുന്നു അധ്യാപകരും പിന്നെ സഹപാഠികളും. ക്ലാസ് മുറിയിൽ ദൂരെ ഒരു ഭാഗത്തായിരിക്കും ചണച്ചാക്ക് വിരിച്ചതിൽ ഇരിപ്പുറയ്ക്കും. ക്ലാസ് മുറിയിൽ ദൂരെ ഒരു ഭാഗത്തായിരിക്കും ചണച്ചാക്ക് വിരിച്ചതിൽ ഇരിപ്പുറയ്ക്കും. ദാഹജലമെടുക്കാൻ അനുവാദമില്ല വരുന്നതും നോക്കി കാത്തിരിപ്പാനവർ. ദാഹജലമെടുക്കാൻ അനുവാദമില്ല പിയൂൺ വരുന്നതും നോക്കി കാത്തിരിപ്പാനവർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അയിത്തം എത്ര അപമാനകരമായ ഒരു അനുഭവമാണെന്ന് നേരനുഭവത്തിൽ നിന്ന് തന്നെ കുഞ്ഞു ഭീം മനസ്സിലാക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് മുറിയിലെ വിവേചനം വളരെ കടുത്തതായിരുന്നു. ഭീമും ചേട്ടന്മാരും ക്ലാസ് മുറിയിലെ ഒരു മൂലയ്ക്ക് വെറും തറയിൽ ഇരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അവർ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഒരു ചാക്കിൻ കഷ്ണത്തിൽ ചമ്രം പണിഞ്ഞിരുന്ന് പഠിക്കുവാനുള്ള അധികാരമേ അവർക്കുണ്ടായിരുന്നു. ഈ ചാക്കിൻ കഷ്ണം അവർ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരികയും വേണമായിരുന്നു. ദാഹജലം കുടിക്കുന്നതിൽ വരെ ഒരുപാട് അയിത്തമുണ്ടായിരുന്നു. സ്കൂളിലെ മറ്റു കുട്ടികൾ പൊതു ടാപ്പിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ അംബേദ്കർ അവർക്ക് അതൊന്ന് തൊടുന്നത് പോലും കർശനമായി വിലക്കിയിരുന്നു. സ്കൂളിലെ പിയൂൺ വന്ന് ടാപ്പ് തുറന്നു കൊടുക്കാതെ അവർക്ക് വെള്ളം ലഭിക്കില്ല. ഒരു ദിവസം പിയൂൺ അവധിയായാൽ അവർക്ക് വെള്ളം കിട്ടുമായിരുന്നില്ല. നോ പിയൂൺ നോ വാട്ടർ എന്നാണ് അംബേദ്കർ തൻ്റെ ഡയറി കുറിപ്പിൽ രചിച്ചിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി അംബേദ്കർ കൊളംബിയയിലെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുന്നത് 1913 അദ്ദേഹത്തിന്റെ ഈ ചെലവേറിയ പഠനത്തിനായി സഹായിക്കുന്നത്
ബറോഡയിലെ രാജാവായ ഗെയ്ക്വാഡ് ആയിരുന്നു. ഇന്ത്യയിൽ ജാതി വിവേചനത്തിന് മുങ്ങി നിന്നിരുന്നപ്പോൾ അമേരിക്കയിൽ അടിമുടി ഒരു സ്വതന്ത്ര രാജ്യത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. സ്വന്തം നാടായ ഇന്ത്യയിൽ ജാതീയ വിവേചനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവരും അകറ്റി നിർത്തിയിരുന്നപ്പോൾ അവിടെ സമ്പന്നവും സമൃദ്ധവുമായ ഒരു വിജ്ഞാന മേഖലയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. അവിടെ വച്ച് തന്നെ അദ്ദേഹം ഭാരതീയ വാണിജ്യത്തിന്റെ ബിരുദം നേടുന്നു. 1916 PhD നേടുന്നു. തുടികൊട്ടി ഉണരുന്നൊരു ശശിനെ പോലെ കലരിതമായൊരു ലോകം. തുടികൊട്ടി ഉണരുന്നൊരു ശശിനെ പോലെ കലരിതമായൊരു ലോകം. പോലെ കരളിതമായൊരു ലോകം. മതങ്ങളില്ല, ഭേദങ്ങളില്ല, മതങ്ങളില്ല, വർണ്ണഭേദങ്ങളില്ല. കൈകോർത്തു ചേർത്തുനിർത്തി പുതിയൊരു ലോകം ഭീമിനെ വരവേൽക്കാം. കൈകോർത്തു ചേർത്തുനിർത്തി പുതിയൊരു ലോകം ഭീമിനെ വരവേൽക്കാം. ഇക്കാലത്ത് ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പര്യടനം നടത്താൻ എത്തിയ ലാലാ ലജ്പത് റായ് അടക്കമുള്ള നേതാക്കളോട് ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിൽ ജാതി എന്ന വിപത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് തന്റെ വേവലാതി അംബേദ്കർ അറിയിക്കുന്നു. അംബേദ്കർ എന്ന മഹാന്റെ പ്രബന്ധങ്ങളിലും പ്രക്ഷോഭങ്ങളിലൂടെയാണ് ജാതി വിവേചനം എന്ന ഭീകരത പുറം ലോകം അറിയുന്നത്. ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിന് എത്തിത്തുടങ്ങിയ നേതാക്കൾ, ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിന് എത്തിത്തുടങ്ങിയ നേതാക്കൾ, അവരിൽ പ്രധാനിയും ലാലാജിയോട് തന്റെ ഹൃദയവികാരം തുറന്നു കാട്ടി. അവരിൽ പ്രധാനിയും ലാലാജിയോട് തന്റെ ഹൃദയവികാരം തുറന്നു കാട്ടി. അതേസമയം അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിനായി സഹായിച്ചിരുന്ന ബറോഡ രാജാവ് തന്റെ സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുന്നു. അതോടുകൂടി തന്റെ ഉപരിപഠനം നിർത്തിവെച്ച് അംബേദ്കറിന് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നിട്ടും ഇന്ത്യയിൽ ജാതി വിവേചനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യൻ ജനങ്ങളെ രക്ഷിക്കുവാനായി ഗാന്ധിജിയും അനുയായികളും ശക്തമായി പോരാടുകയായിരുന്നു. അക്കാലത്തു തന്നെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് തികച്ചും രാഷ്ട്രീയമെന്നതിലുപരി വൈകാരികമായ വിഷയം കൂടിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 2ാം ഘട്ട സമ്മേളനത്തിലാണ് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ ഘട്ടം കൂടിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അംബേദ്കർ ഗാന്ധിജിയോട് ആവലാതിപ്പെടുകയാണ്, എനിക്ക് മാതൃരാജ്യമില്ല, അങ്ങ് പറയുന്നു നമുക്ക് മാതൃരാജ്യം ഉണ്ടെന്ന്. എന്നാൽ പട്ടിയേക്കാളും പൂച്ചയെക്കാളും മോശമായി കാണുന്ന ഞങ്ങൾക്ക് കുടിക്കാൻ ദാഹജലം പോലും നൽകാത്ത ഈ നാടും ഈ മതവും സ്വന്തമാണെന്ന് എങ്ങനെ പറയാനാണ്? ആധുനിക ഇന്ത്യയിലെ ന്യൂനപക്ഷക്കാർ എന്തെങ്കിലും സവിശേഷമായ അവകാശങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അംബേദ്കറിന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കാരണമായിരുന്നു.
ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കുക, നീതിയെ എല്ലാവർക്കും നൽകുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് അംബേദ്കർ വഹിച്ച ഏറ്റവും വലിയ സംഭാവനയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. 1942 അംബേദ്കർ ഒരു ലേബർ കോൺഫറൻസിൽ വച്ച് അവതരിപ്പിച്ച പ്രമേയത്തിന്റെ ഫലമായാണ് നമ്മുടെ പ്രവൃത്തി സമയം 12 മണിക്കൂറിൽ നിന്നും 8 മണിക്കൂറായി കുറഞ്ഞത്. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ചെയർമാനായി അംബേദ്കർ എത്തുകയായിരുന്നില്ല, പകരം അംബേദ്കറിനെ അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 1947 അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഏപ്രിൽ 14 നാം ലോക വിജ്ഞാന ദിനമായാണ് ആചരിക്കുന്നത്. 1956 ഡിസംബർ 6 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ, ഞാൻ തുടങ്ങിവെച്ച പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല, നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് നമ്മുടെ സഹജീവികൾക്ക് തുല്യനീതിയും വിവേചനം കൂടാതെയുള്ള ജീവിതവും ഉറപ്പുവരുത്തേണ്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ആദ്യം പഠിച്ച ഗുരുനാഥനാണെന്റെ ബാബ, അറിവാണു ദൈവമെന്നാദ്യം പഠിച്ച ഗുരുനാഥനാണെന്റെ ബാബ, അറിവിന്റെ ഗിരിശൃംഗമേറിക്കളിക്കുന്ന രണതേജസാണെന്റെ ബാബ, അറിവിന്റെ ഗിരിശൃംഗമേറിക്കളിക്കുന്ന രണതേജസാണെന്റെ ബാബ, ഇരുളോടി അകലുന്ന വഴികളിൽ ഉണരുന്ന രണഭേരിയാകട്ടെ ജയ്ബീ, ഇരുളോടി അകലുന്ന വഴികളിൽ ഉണരുന്ന രണഭേരിയാകട്ടെ ജയ്ബീ, ജയഭേരിയാകട്ടെ ജയ്ബീ, ജയഭേരിയാകട്ടെ ജയ്ബീ, ജയഭേരിയാകട്ടെ ജയ്ബീ. ജാതിയുടെ പേരിൽ പോരാടുന്ന, തമ്മിലടിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ജാതി വിവേചനത്തിനെതിരെയും സമത്വത്തിനു വേണ്ടിയും ശക്തമായി പോരാടിയ ധാരാളം നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അംബേദ്കറിനെ പോലെ പ്രധാനികളായ രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫൂലെ, കൂടാതെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ച കേരളത്തിലെ ശ്രീനാരായണ ഗുരു എന്നിവരുടെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു നല്ല പാഠമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഥാപ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമിതദ്വൈത മന്ത്രം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമിതദ്വൈത മന്ത്രം. നന്ദി, നമസ്കാരം.